അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായി കർണാടകയിലെ NDA ഘടകകക്ഷിയുമായി അതിൻ്റെ നേതാക്കളുമായി മംഗലാപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിക്കാഴ്ച. അതിൻ്റെ എന്താണ് എന്ന് പല മേഖലയിൽ നിന്നും ചോദ്യം ഉയർന്നപ്പോഴും ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി സ്വയം ഏറ്റെടുത്തു. കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകത്തിലെയും സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഭാഗമായി വന്ദേമാതരം ചൊല്ലിയതും ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ VCA നിശ്ചയിച്ചത് D. മാവൂദ് എന്ന RSSൻ്റെ പ്രമുഖ നേതാവിൻ്റെ അദ്ദേഹം സംഘടനാ നേതാവാണ്, അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. അതിനെ തുടർന്ന് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള 19 പേരെ അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗങ്ങളായി തീരുമാനിക്കുകയും ചെയ്തു. ഗവർണറുടെ ഈ നടപടിക്കെതിരായിട്ട് ഒരക്ഷരം പറയാൻ ഗവൺമെൻറ്റും തയ്യാറില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും തയ്യാറില്ല. ഈ കാവ്യവൽക്കരണ നിലപാടിനെതിരായിട്ടുള്ള സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ സന്ദർഭത്തിലും ശക്തിയായിട്ട് ഉയർത്തിയതാണ്. പക്ഷെ യാതൊരു പ്രതികരണവുമില്ലാതെ, പ്രതിഷേധവുമില്ലാതെ സർവകലാശാല പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന സമീപനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെയും ഡീൽ വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിക്കുകയുണ്ടായി. അതീവ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ കേരളത്തിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടത് CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് എന്നാണ്. അന്ന് പറയുമ്പോൾ എത്രത്തോളം എന്നുള്ളതിന് ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 30 നിയോജക മണ്ഡലങ്ങളിൽ BJP വോട്ട് UDFന് അനുകൂലമായിട്ട് മറച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വോട്ട് കൂടി നേടിയിട്ടാണ് അവർ 100+ പറഞ്ഞത് എന്ന് ഇപ്പോഴാണത് ഗൗരവപൂർവ്വം ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ CPIMും BJPയുമാണ് ഡീലെന്നുള്ള പ്രചാരണം പുറത്ത് നടത്തി കൃത്യമായ അജണ്ട വെച്ച് BJP വോട്ടും കോൺഗ്രസ് വോട്ടും പരസ്പരം കൈമാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്വത്വ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വത്വരാഷ്ട്രീയ ചിന്തകൾ മുന്നോട്ടേക്ക് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ CPIMനെ ദുർബലപ്പെടുത്താൻ തന്നെയാണ്. സ്വാഭാവികമായും വെള്ളം കടക്കാത്ത അറകളെ പോലെ ഓരോരോ ജാതി വിഭാഗത്തെയും സംഘടിപ്പിക്കുക, സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി, എന്നിട്ട് വർഗീയമായി അതിനെ കൂട്ടുചേർക്കുക. ഈ പ്രക്രിയ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ ചിന്തകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, അതിൻ്റെ പരാജയത്തെ യഥാർത്ഥത്തിൽ ഈ ചിന്തകളും സ്വാധീനിച്ചു എന്ന് കാണാൻ കഴിയും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.